Hello, children. Hope you all are fine and doing well. I'm sure all of you must have come to know about this because of the corona pandemic. The CBSE has decided to reduce your syllabus. Okay, ഇപ്പോൾ ഈ 2021 ബാച്ച് 10th സ്റ്റാൻഡേർഡ് എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടി CBSE 30% സിലബസ് റിഡക്ഷനാണ് കൊണ്ടുവന്നത്. അത് ശരിക്കും ഒരു റിലീവിങ് ന്യൂസ് തന്നെയാണ്. ഇപ്പോൾ ഇങ്ങനത്തെ അവസ്ഥയിൽ കുട്ടികൾക്ക് സ്കൂളിൽ വരെ പോകാൻ കഴിയുന്നില്ല. ലെസൺസൊക്കെ കുറേ അവർ സ്വന്തം തന്നെ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ കണ്ടീഷനിൽ ഇതൊരു വെരി പോസിറ്റീവ് റിയാക്ഷൻ ഫ്രം ദ പാർട്ട് ഓഫ് ദ ബോർഡ്. 30% സിലബസ് റിഡക്ഷൻ ഉണ്ട്. അത് ശരിക്കും ഒരു കാര്യമായിട്ടുള്ള റിഡക്ഷൻ തന്നെയാണ്. ഈ ഇൻഫർമേഷൻ ഐ ഗോട്ട് ഫ്രം ദ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് CBSE, ദാറ്റ് ഈസ് cbse.nic.in. ഓക്കെ, ഇപ്പോൾ ഈ ഇൻഫർമേഷനിൽ ഒരു കുറേ തന്നത് ഇപ്പോഴത്തെ സിലബസ് റിവൈസ്ഡ് സിലബസിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് തന്നത്. അതിൽ നോക്കിയിട്ട് ഞാൻ കമ്പയർ ചെയ്തു നമ്മളെ ടെക്സ്റ്റ് ബുക്കിനെ കൊണ്ട്. അപ്പോൾ എന്തൊക്കെ സിലബസാണ് കുറഞ്ഞ് കിട്ടിയത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഓരോ സബ്ജക്റ്റ് വൈസ് നോക്കാം എന്തൊക്കെയാണ് റിഡ്യൂസ് ആയത്. ഓക്കെ ചിൽഡ്രൻ, സയൻസിൽ കാര്യമായിട്ട് സിലബസ് റിഡക്ഷൻ ഉണ്ട്. അത് കേൾക്കുമ്പം തന്നെ നല്ല നിങ്ങളെ മുഖത്തൊക്കെ ഒരു സ്മൈൽ വരാൻ പോകുന്നുണ്ട്. ഓക്കെ, ലെസൺ നമ്പർ 1, ലെസൺ നമ്പർ 2 ഉണ്ട്. പക്ഷേ ലെസൺ നമ്പർ 3യിൽ കാര്യമായിട്ട് ഒരു ചേഞ്ച് ഉണ്ട്. ദാറ്റ് ഈസ് ഒരു എൻറ്റയർ ടോപ്പിക് ഓഫ് മെറ്റലർജി ഈസ് ഒമിറ്റഡ്. ഇപ്പോൾ ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ലെസണിൽ പേജ് നമ്പർ 49 to 54 is omitted. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ലെസൺ കാർബൺ ആൻഡ് ഇറ്റ്സ് കമ്പൗണ്ട്സ്, അതിലൊരു വലിയ ടോപ്പിക് നോമൻക്ലേച്ചർ, അത് ഫുൾ ഒമിറ്റഡ് ആണ്. ദാറ്റ് അക്കൗണ്ട്സ് ടു യുവർ പേജ് നമ്പർ 67 to 76. ഒന്ന് ബുക്കിൻ്റെ പേജസ് ഒക്കെ മറിച്ച് നോക്കൂ, നല്ല ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ ഒരു പുഞ്ചിരി താനേ വരും. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലിമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, ലൈഫ് പ്രോസസ്സ് ഉണ്ട്. ഇനി ഈ ലെസൺ ഉണ്ടല്ലോ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, ഫുള്ളി ഒമിറ്റഡ്. ഹൗ ഡു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് അതുണ്ട്. ഓക്കെ ചിൽഡ്രൻ, ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷൻ ഉണ്ട് കേട്ടോ. പക്ഷെ അതിൽ കാര്യമായിട്ട് ഹ്യൂമൻ എവല്യൂഷൻ, ദാറ്റ് എൻറ്റയർ തിങ് അബൌട്ട് എവല്യൂഷൻ, ദാറ്റ് ഈസ് ഒമിറ്റഡ്. ക്യാൻ യു ബിലീവ് ഇറ്റ്? ആൻഡ് അത് ദാറ്റ് വുഡ് അക്കൗണ്ട് ഫോർ യുവർ പേജ് നമ്പേഴ്സ് 147 to 158. Okay, that entire topic is omitted. Next, if you see light and reflection, അത് ആ ചാപ്റ്റർ ഫുള്ളായിട്ടുണ്ട്. ഇനി ഹ്യൂമൻ ഐ ആൻഡ് ദ കളർഫുൾ വേൾഡ്, ഇതിൽ കുറച്ച് റിഡക്ഷൻസ് ഉണ്ട്. അത് എന്താണെന്നറിയോ, ഹ്യൂമൻ ഐൻ്റെ സ്ട്രക്ചർ ആൻഡ് ദ ഡിസീസ് ആൻഡ് റിലേറ്റഡ് ടു ദാറ്റ്, ഓൾ ദാറ്റ് ഈസ് omitted. Human eye and colorful world, you have a reduction of page number 187 to 190. And then electricity full you have to study. Magnetic effect of electric current lo oru kunni reduction ഉണ്ട്. That is from your page number 236 to 238. ആ generators അതിൻ്റെ ആ topic deleted ആണ്. Can you believe sources of energy fully deleted? Our environment ആ chapter ഉണ്ട് കേട്ടോ. Our environment ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് മാനേജ്മെൻറ്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ബോർഡിൽ എക്സാം ആയിട്ട് വരില്ല, പക്ഷേ ഇൻറ്റർണൽ അസസ്മെൻറ്റിന് എടുക്കും. അപ്പോൾ ദിസ് വാസ് അബൌട്ട് ദ റിഡക്ഷൻ ഇൻ യുവർ സയൻസ്. നൗ ലെറ്റ് us see what do we have for social science. ഓക്കെ ചിൽഡ്രൻ, പോളിറ്റിക്സ് നോക്കുകയാണെങ്കിൽ പവർ ഷെയറിംഗ് ഉണ്ട്, ഫെഡറലിസം ഉണ്ട്. ദ ഡെമോക്രസി ആൻഡ് ഡൈവേഴ്സിറ്റി അതില്ല. ജെൻഡർ, റിലീജിയൻ ആൻഡ് കാസ്റ്റ് ഇല്ല. പോപ്പുലർ സ്ട്രഗിൾസ് ആൻഡ് മൂവ്മെൻറ്റ്സ് ഇല്ല. പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്. പിന്നെ ഔട്ട്കംസ് ഓഫ് ഡെമോക്രസി ഈസ് ദെയർ. ചാലഞ്ചസ് ഓഫ് ഡെമോക്രസി ഇല്ല. അപ്പോൾ ടോട്ടൽ ദെയർ ആർ 4 ചാപ്റ്റേഴ്സ് omitted. ഓക്കെ ചിൽഡ്രൻ, ജോഗ്രഫി നോക്കുകയാണെങ്കിൽ റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഉണ്ട്. ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഇല്ല, omitted ആണ്. ഈ വാട്ടർ റിസോഴ്സസ് ചാപ്റ്റർ ഓൺലി ഫോർ മാപ്പ് വർക്ക്. ഓക്കെ, agriculture ഉണ്ട്. And then minerals and energy resources again only for map work. Manufacturing industries ഉണ്ട്. Lifelines of national economy ഉണ്ട്. ഓക്കെ ചിൽഡ്രൻ, ഹിസ്റ്ററീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് ഉണ്ട്. ഈ സെക്കൻഡ് ലെസൺ ഇല്ല കേട്ടോ. ദാറ്റ് ഈസ് നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ഇൻഡോ ചൈന, അതില്ല. നാഷണലിസം ഇൻ ഇന്ത്യ ഉണ്ട്. പിന്നെ മേക്കിംഗ് ഓഫ് എ ഗ്ലോബൽ വേൾഡ് ഉണ്ട്. ഏജ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ട്. This 6th chapter is not there. Work, life and leisure, ആ ചാപ്റ്റർ ഇല്ല. പിന്നെ അതേപോലെ ഈ 7th ചാപ്റ്റർ ഇല്ല. പ്രിൻറ്റ്, കൾച്ചർ ആൻഡ് മോഡേൺ വേൾഡ് ഇല്ല.
ഓക്കെ, നോവൽ, സൊസൈറ്റി ആൻഡ് ഹിസ്റ്ററിയും ഇല്ല. ഓക്കെ, ഇതൊക്കെയാണ് ഒമിറ്റഡ്. അപ്പോൾ ഹൗ മെനി ചാപ്റ്റേഴ്സ് യു ഹാവ് 4 ചാപ്റ്റേഴ്സ്. ഓക്കെ. ഓക്കെ, ഇനി എക്കണോമിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ട്, സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കോണമി ഉണ്ട്, മണി ആൻഡ് ക്രെഡിറ്റ് ഉണ്ട്, ഗ്ലോബലൈസേഷൻ ആൻഡ് ദ ഇന്ത്യൻ എക്കോണമി അതുമുണ്ട്. മാത്രം ഇത് ഒമിറ്റ് ആയിട്ടുള്ളൂ. കൺസ്യൂമർ റൈറ്റ്സ് ഒമിറ്റഡ് ആണ്. സോ ദിസ് വാസ് അബൌട്ട് യുവർ ഒമിഷൻസ് ഇൻ സോഷ്യൽ സയൻസ്. ഫസ്റ്റ് കുറഞ്ഞത് ഈ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ അതില്ല, അത് പഠിക്കണ്ട. ഓക്കെ, യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ ഇല്ല. പോളിനോമിയൽസിൽ നോക്കുകയാണെങ്കിൽ ദിസ് ഡിവിഷൻ ആൽഗോറിതം ഓഫ് പോളിനോമിയൽ അതില്ല, ആ ചാപ്റ്റർ ഒഴിവായിട്ടുണ്ട്. പിന്നെ ലീനിയർ പെയറിൻ്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവം മാത്രമാണ് ഒഴിവായത്, ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. ഈ മെത്തേഡാണ് ഒഴിവായത്, ബാക്കിയൊക്കെ ഉണ്ട്. ഓക്കെ, ലെറ്റ് us now see about quadratic equation. Quadratic equations ലെസണിൽ ഈ പോർഷൻ ഇല്ല, 4.4 അതില്ല. സൊല്യൂഷൻ ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ബൈ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ അതില്ല കേട്ടോ. പിന്നെ അരിത്മാറ്റിക് പ്രോഗ്രഷൻ അത് ഫുള്ളുണ്ട്. ഓക്കെ, ട്രയാങ്കിൾസ് നോക്കുകയാണെങ്കിൽ ഈ ലെസൺ വന്ന് ശരിക്കും ഈ ടോപ്പിക്ക് ഫുള്ളായിട്ടില്ല. ഏരിയാസ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ് ഈ ടോപ്പിക് ഇല്ല. പിന്നെ ആക്ച്വലി ഈ ലെസൻ്റെ ഉള്ളിൽ കുറേ തിയറംസ് ഉണ്ട്, അതിൽ 2 തിയറം ഇല്ല, 6.6 ഇല്ല, 6.9 ഇല്ല. ഓക്കെ, ഈ 2 തിയറമാണ് ഇല്ലാത്തത്. ഇനി അടുത്തത് കോർഡിനേറ്റ് ജോമെട്രി നോക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇല്ല, ആ പോർഷൻ പഠിക്കാനില്ല. ഓക്കെ ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രിയിൽ ഈ കോംപ്ലിമെൻ്ററി ആംഗിൾസ് ഇല്ല, ഈ പോർഷൻ ഇല്ല, 8.4 ഇല്ല. ബാക്കിയൊക്കെ ഉണ്ട്, അതിലും കുറച്ച് ഇളവുകളുണ്ട്, അത് ഇങ്ങനെ പോർഷനായിട്ട് പറയാനില്ല, ഒരു ചെറിയ ചെറിയ കോൺസെപ്റ്റ്സ് ഒമിറ്റഡ് ഉണ്ട്. ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രി അത് ഫുള്ളായിട്ടുണ്ട്, സർക്കിൾസ് ഫുള്ളായിട്ടുണ്ട്, അതിലൊരു ഡിഡക്ഷൻ ഒന്നുമില്ല. കൺസ്ട്രക്ഷനും അങ്ങനെ തന്നെ ഉണ്ട്. ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിളിൽ നോക്കുകയാണെങ്കിൽ ഈ 3 ടോപ്പിക്സും ഉണ്ട്. സർഫേസ് ഏരിയ ആൻഡ് വോള്യൂമിൽ നോക്കുകയാണെങ്കിൽ ഈ ഫ്രസ്റ്റം ഓഫ് എ കോൺ ആ ടോപ്പിക്കാണ് ഒമിറ്റ് ചെയ്തത്, ബാക്കിയൊക്കെ ഉണ്ട്. ഈ സ്റ്റാറ്റിസ്റ്റിക്സിൽ മോഡിനെ ഫൈൻഡ് ചെയ്യുന്നത് 2 മെത്തേഡ്സ് ഒമിറ്റ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ കിട്ടും. ബൈ മോഡൽ സിറ്റുവേഷനും ഒമിറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ടു ഫൈൻഡ് മീൻ ആ മെത്തേഡിൻ്റെ സംസും ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രാഫിക്കൽ റീപ്രസെൻറ്റേഷൻ ഓഫ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അത് ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. പ്രോബാബിലിറ്റി ഫുള്ളായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദിസ് വാസ് അബൌട്ട് മാത്സ്. ഓക്കെ ചിൽഡ്രൻ, ഇംഗ്ലീഷിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കണ്ടൻസിൻ്റെ ഫസ്റ്റ് പേജ് ഫുള്ളായിട്ടുണ്ട്. ഓൾഡ് ബുക്കിലുള്ള ഒരു പോയം ഉണ്ടായിരുന്നു, ഹൗ ടു ടെൽ വൈൽഡ് ആനിമൽസ്, അത് ഒമിറ്റഡ് ആണ് ഈ ഫസ്റ്റ് പേജിൽ നിന്ന്. ദ 100 ഡ്രസ്സസ് അതുണ്ട്, പിന്നെ ഗ്ലിംസസ് ഓഫ് ഇന്ത്യ അതൊക്കെ ഫുള്ളുണ്ട്. ഇനി ഇതിൽ കാര്യമായിട്ട് ഒമിറ്റായത് ദ ട്രീസ് ഒമിറ്റഡ് ആണ്, പിന്നെ മിജ്ബിൽ ദ ഓട്ടർ ഒമിറ്റഡ് ആണ്, പിന്നെ ഫോഗ് ഒമിറ്റഡ് ആണ്, പിന്നെ ഒമിറ്റായത് ഫോർ ആൻ ഗ്രെഗറി ഒമിറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ദിസ് മച്ച് ഈസ് വാട്ട് ഈസ് ഒമിറ്റഡ് ഫോർ യുവർ ഇംഗ്ലീഷ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബുക്ക്. ഓക്കെ, യുവർ ഫുട് പ്രിൻസിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ ദ ട്രയംഫ് ഓഫ് സർജറി ഉണ്ട്, ദ തീഫ് സ്റ്റോറി ഉണ്ട്, മിഡ് നൈറ്റ് വിസിറ്റർ ഒമിറ്റഡ് ആണ്, എ ക്വസ്റ്റ്യൻ ഓഫ് ട്രസ്റ്റ് ഒമിറ്റഡ് ആണ്, പിന്നെ ലാസ്റ്റ് ദ ബുക്ക് ദാറ്റ് സേവ്ഡ് ദ എർത്ത് അത് ഒമിറ്റഡ് ആണ്. അപ്പോൾ ചിൽഡ്രൻ, ദിസ് വാസ് വാട്ട് ഐ കുഡ് കവർ ഇൻ ദിസ് വീഡിയോ. ഐ ഹാവ് ടേക്കൺ അപ്പ് 4 സബ്ജക്ട്സ്, ഇംഗ്ലീഷ്, SS, ദെൻ സയൻസ് ആൻഡ് ദെൻ മാത്സ്. അപ്പോൾ ഈ സബ്ജക്ട്സിൽ സിലബസ് റിഡക്ഷൻ ഇങ്ങനെ ആയിരുന്നു. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കൊരു യൂസ്ഫുൾ ഇൻഫർമേഷൻ തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ബൈ.